വെൽക്കം ബാക്ക്. കോസ്റ്റ് അക്കൗണ്ടൻസി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് പല ബുക്കുകളിലും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടൻസിയും മാറി മാറി സിനോണിമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസി ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ കോസ്റ്റിങ്ങും, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച്, അതും കോസ്റ്റിങ്ങും പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻ എ ബിസിനസ് സെറ്റപ്പ്. ഒരു ബിസിനസ്സിൽ കോസ്റ്റിങ്ങും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മാനേജ്മെൻറ്റ് വിത്ത് കോസ്റ്റ് കൺട്രോൾ ഇനീഷ്യേറ്റീവ്സ്, അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും, അതുപോലെ കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, മാനേജ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കോസ്റ്റ് കൺട്രോൾ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് for the products, division and unit wise profitability. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അത് ചിലപ്പോൾ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് ഡിവിഷൻസിന് യൂണിറ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി, ഇതിൻ്റെയൊക്കെ കേസിൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു ടേമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ദിസ് ടേം ഈസ് നോട്ട് ഫെമിലിയർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടും നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൽ വരുന്ന ഏരിയകൾ? എന്തൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യുന്നു? വേരിയസ് ഏരിയാസ് ഓഫ് ദ സ്റ്റഡി ഇൻക്ലൂഡഡ് ഇൻ ദ സബ്ജക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, കോസ്റ്റ് റെക്കോർഡിംഗ്. കോസ്റ്റ് റെക്കോർഡിംഗ് സിംപ്ലി മീൻസ് ദ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെക്കോർഡിംഗ് ഓഫ് ദ കോസ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ വേരിയസ് ബുക്സ്. അതായത് ട്രാൻസാക്ഷൻസ് നമ്മൾ പല ബുക്കുകളിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? റെക്കോർഡിംഗ് ആണ്. ഈ റെക്കോർഡിംഗ് നമ്മൾ എന്നിട്ട് വേരിയസ് ലെഡ്ജേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസ്റ്റിനെ നമ്മൾ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, ഇത് മൂന്നെണ്ണം പ്രധാനപ്പെട്ട കോസ്റ്റുകളാണ്. മെറ്റീരിയൽ, അതായത് ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലേബറേഴ്സ് വേണം. അപ്പോൾ ഈ ലേബറേഴ്സിന് കൊടുക്കുന്ന വേജസ്, അത് ലേബർ കോസ്റ്റാണ്. അതുകൂടാതെ നമ്മൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസും ലേബറും മാത്രം പോരാ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസും എംപ്ലോയീസും മാത്രം പോരാ, പിന്നെയും വേറെ ആക്സസറീസ് വേണം. അതാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കോസ്റ്റിങ്ങിനെ ഈ 3 കാറ്റഗറി ആയിട്ട്, മെറ്റീരിയലിനും ലേബറിനും എക്സ്പെൻസസിനും 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിന് പിന്നെയും നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോസ്റ്റിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് രണ്ടും കോസ്റ്റ് റെക്കോർഡിങ്ങിൻ്റെ ഒപ്പം തന്നെ, അതായത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ബുക്കുകളിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മെറ്റീരിയൽസിനെ മാത്രമായിട്ടൊരു ബുക്ക്, ലേബർ കോസ്റ്റ് മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ടൊരു ബുക്ക്, അങ്ങനെയായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, കോസ്റ്റ് അസർടൈൻമെൻറ്റ്.
കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സിന് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസർടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് അലോക്കേഷൻ. കോസ്റ്റ് അലോക്കേഷനും അസർടൈൻമെൻറ്റും വ്യത്യാസമുണ്ട്. അസർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾക്ക് എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്, അസർടൈൻ ചെയ്യുകയാണ്. അതേസമയം അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കോസ്റ്റിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോസ്റ്റ്, ആ കോസ്റ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വരുന്ന ഒരു കോസ്റ്റ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന കോസ്റ്റ്, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും പല ബിസിനസ്സുകൾ പല പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ബിൽഡിങ്ങിൻ്റെ നമ്മൾ കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് ഓവറോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന റെൻ്റാണ്. പക്ഷേ നമ്മളത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റികൾക്കായിട്ട് ഓരോ പെർട്ടിക്കുലർ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് എത്രയാണ് വരിക എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. സോ അതിനെയാണ് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് അലോക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്, അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനെയാണ് അനാലിസിസ് എന്ന് പറയുക. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യം അനലൈസ് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ എന്താണ്, ആ കോസ്റ്റ് വരാനുള്ള കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ബഡ്ജറ്റഡ് കോസ്റ്റ് എത്രയാണ് വരുന്നത്, പിന്നെ ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനി ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റികൾ തമ്മിൽ അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത്. Okay, so cost comparison simply means the comparisons between the cost of different products and services and cost of the same product or service over a period of time. ഒന്നുകിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരേ പ്രോഡക്റ്റുകൾ തന്നെ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2020 ഉള്ള കോസ്റ്റും 2021 കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് പീരീഡിൽ ഒരേ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കോസ്റ്റ് കമ്പാരിസൺ നമ്മൾ നടത്തുന്നു. അതും സ്കോപ്പിൽ വരുന്നതാണ്. ദെൻ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, അതായത് അതിനെ റെഗുലേറ്റ് ചെയ്യുക, അതിനെ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അണ്ടറിൽ എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ടെക്നിക്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സാണ് ഇൻവെൻറ്ററി കൺട്രോൾ, അതായത് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, പ്രോഡക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക, ബജറ്ററി കൺട്രോൾ, പ്രോപ്പറായിട്ടുള്ള ബജറ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ ബജറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റികൾ ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് ഒരു കോസ്റ്റ് കൺട്രോളിൽ വരുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ട പല ടെക്നിക്കുകൾ അതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കോസ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ദ നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷനാണ്. കോസ്റ്റ് അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എയിം എന്ന് പറയുന്നത് കോസ്റ്റ് റെക്കോർഡുകൾ കോസ്റ്റ് റെക്കോർഡുകൾ നോക്കിയിട്ട്, അതായത് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് റെക്കോർഡുകളൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ അല്ലേ, അത് കറക്റ്റ് അല്ലേ എന്നുള്ള ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്, ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, അതായത് എത്രയാണോ ആക്ടിവിറ്റി അല്ല എന്താണോ ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളത് അതും ഒറിജിനൽ ബുക്സ് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലെഡ്ജറുകളും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിലെന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ആ ഓഡിറ്റിംഗ് തന്നെയാണ് ഓഡിറ്റിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഓഡിറ്റ് മീൻസ് വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ കോസ്റ്റ് റിപ്പോർട്ടിംഗ്.
കോസ്റ്റ് റിപ്പോർട്ടിംഗ് മീൻസ് പ്രസൻറ്റേഷൻ ഓഫ് ദ കോസ്റ്റ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മളിതൊക്കെ ചെയ്താൽ മാത്രം പോരാ, ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ പ്രോപ്പർ കൺട്രോൾ ചെയ്താൽ അതിൻ്റെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ്മെൻറ്റിന് അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ടോപ്പിക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അതിൻ്റെ അക്കൗണ്ടിങ് ബ്രാഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഓരോ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളുടെ കോസ്റ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിനെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ആ കോസ്റ്റിനോട് കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടുക, ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് കിട്ടുക. സോ ആ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് അറിയണം. സോ അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ അസർടൈൻ ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെ പ്രോഫിറ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അസർടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകളുടെ പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാം. ഓക്കെ, അതിന് എത്രയാണ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. സോ അതിൽ നിന്നും നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ, റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ ഓരോ പ്രോഡക്റ്റുകൾക്ക് നമുക്ക് വ്യത്യസ്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ പറ്റുന്നു. ബിസിനസ്സിൻ്റെ എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ദെൻ കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ നെക്സ്റ്റ് ടോപ്പിക്, ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഫങ്ഷൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ആക്ച്വൽ കോസ്റ്റ്, ഓരോ പ്രോഡക്റ്റുകളുടെ, ഓരോ ജോബിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. Then providing cost data for the purpose of pricing, policy formulation, decision making. അതായത് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൈസിങ്, പോളിസി ഫോർമുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ കൺട്രോളിങ് കോസ്റ്റ് ബൈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ആക്ച്വൽസ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? കൺട്രോളിങ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിലൊക്കെ. നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, എന്നിട്ട് ആക്ച്വൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? കൺട്രോളിങ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ആ കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. ദെൻ മെഷറിംഗ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈസ് അല്ലെങ്കിൽ പ്രോസസ് വൈസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിൻ്റെ റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്നും എത്രയാണ് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളത്, എത്ര കോസ്റ്റ് വന്നു, അതിൻ്റെ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ എത്ര ഇൻപുട്ടിൽ നിന്നും നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി, അതൊക്കെ നമുക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ, ഇറ്റ് സെർവിങ് ആസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് ബജറ്റിംഗ്. പ്ലാനിങ്ങിനും ബജറ്റിങ്ങിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ പ്ലാനിങ് ഏതൊരു ബിസിനസ്സിനും ആവശ്യമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് പ്ലാനിങ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ബജറ്റിംഗ്. കാരണം നമ്മളൊരു ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എത്ര ആയിരിക്കണം നമ്മളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രയായിരിക്കണം നമ്മളുടെ കോസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകും.
സോ ആ പ്ലാനിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ബജറ്റിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻസ്. ടെൻഡേഴ്സോ അല്ലെങ്കിൽ കൊട്ടേഷൻസോ, നമുക്കറിയാം ടെൻഡർ ഓർ കൊട്ടേഷൻസ് എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ടെൻഡർ വിളിക്കും അല്ലെങ്കിൽ കൊട്ടേഷൻസ് നടത്തും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്.